ശ്രീഗുരുഭ്യോ നമഃ. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. പ്രിയ സജ്ജനങ്ങളെ, രാമായണ മാസാചരണത്തിൻ്റെ 13-ാം ദിനമായ ഇന്നത്തെ പാരായണം തുടങ്ങുന്നത് ആരണ്യകാണ്ഡത്തിൽ 1061 വരി മുതലാണ്. ശൂർപ്പണഖാവിലാപം. 1584 വരി വരെ നമുക്ക് പാരായണം ചെയ്യണം. അത്രയും ഭാഗത്ത് വർണ്ണിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്കൊന്ന് നോക്കാം. 14,000 രാക്ഷസന്മാരും ഖരദൂഷണ ത്രിശിരാക്കളും രാമനോടേറ്റു മരിച്ചത് കണ്ട് ശൂർപ്പണഖ നിലവിളിച്ചുകൊണ്ട് ലങ്കയിലെത്തി രാവണൻ്റെ കാൽക്കൽ വീണു. വിരൂപയാക്കപ്പെട്ട തൻ്റെ സോദരിയെ കണ്ട് അത്യന്തം കോപത്തോടെ, ആരാണ് നിന്നെ ഈ വിധത്തിലാക്കിയത്? കാലനോ, കാലൻ്റെ കാലനോ, ആരായാലും വേണ്ടില്ല, അവനെ ഞാൻ ഭസ്മമാക്കും. ഇത് കേട്ട് ശൂർപ്പണഖ പറഞ്ഞു, ഹേ മൂഢ, മദ്യത്തിലും മാനിനിയിലും മയങ്ങിയവനെ, രാജാവിന് വേണ്ട ഗുണങ്ങളൊന്നുമില്ലാത്തവനെ, നീ ഒന്നും അറിഞ്ഞില്ലേ? അയോധ്യാധിപതി ദശരഥൻ്റെ പുത്രൻ രാമൻ 3.25 നാഴിക കൊണ്ട് ഖരദൂഷണ ത്രിശിരാക്കളെയും 14,000 രാക്ഷസപ്പടയെയും വധിച്ചു കളഞ്ഞു. എന്ത്? ആരാണ് രാമൻ? വ്യക്തമായി പറയൂ, എന്താണുണ്ടായത്? പഞ്ചവടിയിൽ പർണശാലയിൽ സീതാരാമ ലക്ഷ്മണന്മാരെ കണ്ടതു മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ശൂർപ്പണഖ രാവണനോട് പറഞ്ഞു. ഞാൻ മറ്റൊന്നിനുമല്ല രാമൻ്റെ ആശ്രമത്തിൽ പോയത്. രാമൻ്റെ സമീപത്തിരിക്കുന്ന ത്രിലോകസുന്ദരിയായ സീതയെ നിന്റെ പത്നിയാക്കാൻ പറ്റിയവളെന്ന് കണ്ട് അവളെ അപഹരിക്കാനാണ് പോയത്. അപ്പോൾ രാമൻ്റെ നിയോഗത്താൽ അനുജനായ ലക്ഷ്മണൻ എന്നെ ഈ വിധം വിരൂപയാക്കി. നീ ശരിക്കും ത്രിലോകാധിപനാകണമെങ്കിൽ ലോകൈക സുന്ദരിയായ അവൾ നിന്റെ പത്നിയാകണം. അതിനുവേണ്ടി ഇനി പ്രയത്നിച്ചാലും രാമനെ നിനക്ക് നേരിട്ട് എതിർത്ത് തോൽപ്പിക്കാനുള്ള ശക്തിയില്ല. എങ്ങനെയെങ്കിലും രാമലക്ഷ്മണന്മാരെ അകറ്റി സീതയെ അപഹരിച്ച് സ്വന്തമാക്കൂ. നോക്കണേ, ശൂർപ്പണഖ കാമപരവശയായി അവിടെ ചെന്നു. കാമഭംഗം വന്നപ്പോൾ ഉണ്ടായ ക്രോധത്താൽ സീതയെ ഹനിക്കാൻ ചെന്നു. അപ്പോഴാണല്ലോ ലക്ഷ്മണൻ അവളെ വിരൂപയാക്കിയത്. അക്കാര്യം മറച്ചുവെച്ചുകൊണ്ട് രാമനോട് പകവീട്ടാൻ കണ്ട മാർഗത്തിൽ സ്ത്രീലമ്പടനായ രാവണൻ വീണുപോയി. നമ്മുടെ ഇടയിലും ഇതുപോലുള്ള ശൂർപ്പണഖകളും രാവണന്മാരും ഒളിഞ്ഞിരിപ്പുണ്ട്. സഹോദരിയെ സാന്ത്വനിപ്പിച്ച ശേഷം രാവണൻ അന്തഃപുരത്തിലേക്ക് പോയി. അദ്ദേഹം ചിന്തിച്ചു, മഹാശക്തിശാലികളായ 14,000 രാക്ഷസന്മാരെയും അപരാജിതരായ എൻ്റെ അനുജന്മാരെയും ഏകനായി വധിച്ച രാമൻ ബ്രഹ്മാവിൻ്റെ അപേക്ഷപ്രകാരം എന്നെ വധിക്കാൻ അവതരിച്ചതാവാം. സീതയെ അപഹരിച്ചാൽ രാമൻ കോപിച്ച് തന്നോട് യുദ്ധത്തിന് വരും. അതിൽ രാമൻ വധിക്കപ്പെട്ടാൽ സീതയോടൊപ്പം രാക്ഷസരാജ്യം തുടർന്നും അനുഭവിക്കാം. അതല്ല, രാമനാൽ വധിക്കപ്പെടുകയാണെങ്കിൽ വൈകുണ്ഠരാജ്യവും അനുഭവിക്കാം. വൈകുണ്ഠരാജ്യത്തെപ്പറ്റി രാവണൻ ചിന്തിച്ചു. കാരണമുണ്ട്, എല്ലാവർക്കും അറിയാം. വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായ ജയവിജയന്മാരെ സനകാദികൾ ശപിച്ചതിനാണല്ലോ രാവണ കുംഭകർണന്മാരായി ഇപ്പോൾ പിറന്നിരിക്കുന്നത്. അവരുടെ മുമ്പുള്ള ജന്മം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുമായിരുന്നു. ഇനി വരാൻ പോകുന്ന ജന്മം ശിശുപാലനും ദന്തവക്രനുമായിട്ടാണ്. അതിനുശേഷം ശാപമോക്ഷം നേടി തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോകും.
ജ്ഞാനികളെ അപമാനിക്കുന്നതിന് കിട്ടിയ ശിക്ഷയാണ്. എന്തായാലും രാവണൻ തീരുമാനിച്ചു സീതയെ അപഹരിക്കണം എന്നത്. അങ്ങനെ വിദ്വേഷ ബുദ്ധിയോടെ രാമനെ സമീപിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് തേരിലേറി മാരീചൻ്റെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു. മാരീചൻ രാവണൻ്റെ ഏതാണ്ട് അമ്മാവനായി വരും. വിശ്വാമിത്രൻ്റെ യാഗം മുടക്കാൻ സുബാഹുവിനോടൊപ്പം മാരീചനുമുണ്ടായിരുന്നു. അന്ന് രാമനെ ശരണം പ്രാപിച്ചതുകൊണ്ട് ഇന്ന് ജീവനോടെ ഇരിക്കുന്നു ഈ മാരീചൻ. അന്ന് മുതൽ തികഞ്ഞ രാമഭക്തനുമാണ് ഇദ്ദേഹം. തൻ്റെ ആശ്രമത്തിലെത്തിയ രാവണനെ പൂജിച്ച് സൽക്കരിച്ചു. ആഗമനോദ്ദേശം എന്താണെന്ന് തിരക്കി. ന്യായമായിട്ടുള്ളതാണെങ്കിൽ ഞാൻ അങ്ങയെ സഹായിക്കാമെന്നും പറഞ്ഞു. രാവണൻ പറഞ്ഞു, എൻ്റെ സഹോദരിയെ വിരൂപയാക്കിയവരോട് പകരം ചോദിക്കണം. അതിന് രാമൻ്റെ പത്നി സീതയെ ഞാൻ അപഹരിക്കും. അങ്ങ് മനോഹരമായ ഒരു പൊന്മാൻ്റെ വേഷം ധരിച്ച് രാമൻ്റെ ആശ്രമത്തിന് അടുത്തെത്തി രാമലക്ഷ്മണന്മാരെ ദൂരത്താക്കണം. ആ തക്കം നോക്കി ഞാൻ സീതയെ അപഹരിച്ചു കൊള്ളാം. രാവണൻ്റെ വാക്കുകൾ കേട്ട് മാരീചൻ പറഞ്ഞു, കൊള്ളാം. ആരാണ് നിനക്ക് ഈ കുടുംബം നശിപ്പിക്കുന്ന ഉപദേശങ്ങൾ നൽകിയത്? അവൻ നിൻ്റെ ശത്രു തന്നെ. എന്നിട്ട് രാമൻ്റെ ഗുണഗണങ്ങളും അവതാരോദ്ദേശവും എല്ലാം വിസ്തരിച്ചു പറഞ്ഞു. അതുകൊണ്ട് അങ്ങ് വേണ്ടാത്തതിനൊന്നും പോവണ്ട. അപാര കരുണാനിധിയായ വിഷ്ണു ഭഗവാന്റെ അവതാരമായ രാമനെ സമാശ്രയിച്ച് ജീവൻ മുക്തനാകൂ. ഇത് കേട്ട രാവണൻ പറഞ്ഞു, ഹേ വിഡ്ഢി, ഭഗവാന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ മറിച്ച് എങ്ങനെ സംഭവിക്കും? ഞാൻ എന്തായാലും പിന്മാറില്ല. അങ്ങ് വേഗം എഴുന്നേറ്റ് പറഞ്ഞതുപോലെ ചെയ്യൂ, അല്ലെങ്കിൽ നിന്റെ കഥ കഴിക്കും. ഈ പാപിയുടെ കയ്യാൽ മരണപ്പെടുന്നതിനേക്കാൾ നല്ലത് രാമശരത്താൽ മരണമടഞ്ഞ് പുണ്യം നേടുന്നതാണെന്ന് ചിന്തിച്ചുകൊണ്ട് മാരീചൻ മനോഹരമായ പൊന്മാനായി തുള്ളിച്ചാടിക്കൊണ്ട് രാമൻ്റെ ആശ്രമത്തിനടുത്തെത്തി. കാമപരവശനായ രാവണനും തേരിൽ കയറി പഞ്ചവടി ലക്ഷ്യമാക്കി പാഞ്ഞു. വളരെ ആകർഷകമായ പൊന്മാനിനെ കണ്ട സീത രാമനോട് പറഞ്ഞു, നോക്കൂ പ്രിയതമാ, ഈ മാനിനെ കണ്ടിട്ട് നല്ല ഇണക്കമുണ്ടെന്ന് തോന്നുന്നു. ഇതിനെ പിടിച്ചുകൊണ്ട് വന്ന് തന്നാലും. ഉടനെ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, സീതയെ നോക്കിക്കൊള്ളണം. അമ്പും വില്ലുമായി ഞാനിതാ മാനിൻ്റെ പുറകെ പോകുന്നു. ഒരു മാനിനെ കണ്ടപ്പോൾ അതിനോടൊപ്പം കളിക്കണമെന്ന ആഗ്രഹം സീതയ്ക്കുണ്ടായതും അതിനെ പിടിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ രാമൻ ഉടനെ ഇറങ്ങിത്തിരിച്ചതും നിയതി നിയോഗം തന്നെ. നോക്കൂ, തൻ്റെ മായ കൊണ്ട് പ്രപഞ്ചത്തെ മയക്കുന്ന മായാമാനുഷൻ ലോകോപകാരാർത്ഥം മായാമാനിൻ്റെ പിന്നാലെ പായുന്നു. മാനിനെ പിടിച്ചില്ല എന്ന അവസ്ഥ വരുമ്പോൾ അത് ദൂരത്ത് പോകും. ഇങ്ങനെ പലവട്ടമായപ്പോൾ രാമൻ ആശ്രമത്തിൽ നിന്നും വെളിപ്പാടകലെയായി. ലക്ഷ്മണൻ പറഞ്ഞതുപോലെ ഇവൻ മാരീചൻ തന്നെ, യാതൊരു സംശയവുമില്ല എന്ന് നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് മാനിന് നേരെ രാമൻ ശരമെയ്തു. ശരമേറ്റ മാരീച്ച മാൻ രാമൻ്റെ സ്വരത്തിൽ, അയ്യോ ലക്ഷ്മണ, ഞാനിതാ കൊല്ലപ്പെടുന്നു, ഓടി വരൂ, എന്നെ രക്ഷിക്കൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് മരിച്ചു വീണു. മാരീചൻ്റെ നിലവിളി കേട്ട സീത തൻ്റെ പതിയുടെ കരച്ചിലാണെന്ന് കരുതി ഭയവും ദുഃഖവും താങ്ങാനാവാതെ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, വേഗം പോകൂ, ജ്യേഷ്ഠനെ രക്ഷിക്കൂ. അദ്ദേഹം രാക്ഷസന്മാരുടെ ആക്രമണത്തിന് ഇരയായിരിക്കുന്നു. ലക്ഷ്മണൻ വളരെ ശാന്തനായി പറഞ്ഞു, ദേവി, അത് എൻ്റെ ജ്യേഷ്ഠൻ്റെ നിലവിളി അല്ല. ത്രിലോകങ്ങളെയും ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ കഴിവുള്ള എൻ്റെ ജ്യേഷ്ഠനിൽ നിന്നും ആർത്തനാദം ഒരിക്കലും ഉണ്ടാവില്ല. ഏതോ രാക്ഷസന്മാരുടെ കള്ളക്കരച്ചിലാണ്. ഇതാണ് ഉറച്ച വിശ്വാസം, ജ്യേഷ്ഠനിലുള്ള വിശ്വാസം, ഭക്തന് ഭഗവാനിലുള്ള വിശ്വാസം. എന്നാൽ ലക്ഷ്മണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സീതയ്ക്ക് തീരെ വിശ്വാസം വന്നില്ലെന്ന് മാത്രമല്ല, ലക്ഷ്മണനെ അവിശ്വസിക്കുകയും കഠിനമായി അപലപിക്കുകയും ചെയ്തു. ഭരതനു വേണ്ടി ജ്യേഷ്ഠഭഗ്നിയായ എന്നെ അപഹരിക്കാൻ തക്കം പാർത്ത് വരികയായിരുന്നു എന്നുകൂടി പറഞ്ഞു. സീതയുടെ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ ചെവി രണ്ടും പൊത്തി. ഹൃദയഭേദകമായ ദുഃഖം താങ്ങാനാവാതെ സീതയുടെ രക്ഷ വനദേവതമാരെ ഏൽപ്പിച്ചുകൊണ്ട് അമ്പും വില്ലും എടുത്ത്
അദ്ദേഹം രാമൻ പോയ വഴിയെ നടന്നു. ഈ സമയം ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് രാക്ഷസ ചക്രവർത്തി ആശ്രമത്തിലേക്ക് വന്നു. സീത ആദരവോടെ പൂജിച്ചുകൊണ്ട് ഫലമൂലങ്ങൾ നൽകിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങേക്ക് പോകാൻ തിടുക്കമില്ലെങ്കിൽ എൻ്റെ ഭർത്താവ് വരുന്നതുവരെ കാത്തിരിക്കൂ. സന്യാസി സീതയുടെ വിവരങ്ങൾ ആരാഞ്ഞു. സീത തങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാവണ സന്യാസി താൻ ആരാണെന്നും എന്തിനു വന്നതാണെന്നും വനവാസിയായ രാമനാൽ നിനക്ക് ഫലമൊന്നും ഉണ്ടാവില്ല, ത്രിലോകങ്ങളിൽ ദുർലഭമായ ഭോഗങ്ങൾ അനുഭവിച്ച് എന്നോടൊപ്പം സ്വർണമയമായ ലങ്കയിൽ സുഖമായി കഴിയാം. രാവണൻ പറഞ്ഞത് കേട്ട് വല്ലാതെ ഭയപ്പെട്ട സീത പറഞ്ഞു, രാമശരമേറ്റു മരിക്കാറായതുകൊണ്ടാണ് അങ്ങ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരു സിംഹത്തിൻ്റെ പത്നിയെ മുയലിന് തൊടാൻ സാധിക്കുമോ? അതുപോലെ രാമൻ്റെ പത്നിയായി എന്നെ ആർക്കാണ് ആക്രമിക്കാൻ കഴിയുക? ഇത് കേട്ട രാവണൻ ക്രോധം കൊണ്ട് തൻ്റെ യഥാർത്ഥ സ്വരൂപമായ 10 തലകളും 20 കൈകളുമുള്ള പർവ്വതാകാരമായ രൂപം കാട്ടിക്കൊണ്ട് സീതയെ അപഹരിച്ച് തേരിലേറ്റി ആകാശത്തിലൂടെ സഞ്ചരിച്ചു. വനദേവതമാരടക്കം കാട്ടിലെ എല്ലാ ജീവജാലങ്ങളും പേടിച്ചു വിറച്ചുപോയി. സീത രാമ രാമ ലക്ഷ്മണ അനുജ എന്നെ രക്ഷിക്കൂ എന്നുറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ സ്വാമിനിയുടെ ആർത്തനാദം കേട്ട് വൃദ്ധനായ ജടായു പറന്നു വന്ന് രാവണനെ ആക്രമിച്ച് പരവശനാക്കി. അവശനായ രാവണൻ ചന്ദ്രഹാസത്താൽ ജടായുവിൻ്റെ ചിറകുകൾ ഛേദിച്ചു. ചിറകറ്റ ജടായു ബോധം കെട്ട് നിലം പതിച്ചു. തൻ്റെ പതിയെ കണ്ടേ നിനക്ക് മരണം സംഭവിക്കൂ എന്ന് സീത ജടായുവിനെ അനുഗ്രഹിച്ചു. ഇനി തന്നെ രക്ഷിക്കാൻ ആരുമില്ലെന്നറിഞ്ഞ സീത പശ്ചാത്താപത്തോടെ ലക്ഷ്മണ രാമ രാമ എന്നുറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. സീതയുടെ കരച്ചിൽ കേട്ട് രാമൻ ഓടിയെത്തിയെങ്കിലോ എന്ന് ശങ്കിച്ച് പേടിച്ച് രാവണൻ സീതയെയും കൊണ്ട് ആകാശത്തിലൂടെ അതിവേഗത്തിൽ സഞ്ചരിച്ചു. അല്പദൂരം കഴിഞ്ഞപ്പോൾ ഒരു പർവ്വതമുകളിൽ 5 വാനരന്മാരിയ്ക്കുന്നതായി സീത കണ്ടു. താൻ അപഹരിക്കപ്പെട്ടതായി രാമൻ അറിയട്ടെ എന്ന് കരുതി ഉടനെ തന്നെ ഉത്തരീയത്തിൻ്റെ ഒരു വശം കീറി തൻ്റെ ആഭരണങ്ങൾ ഊരി അതിൽ പൊതിഞ്ഞ് താഴോട്ടിട്ടു. നിമിഷത്തിനുള്ളിൽ സമുദ്രത്തിന് മുകളിലൂടെ പറന്ന് രാവണൻ്റെ തേര് ലങ്കയിലെത്തി. സീതയെ തൻ്റെ ഉദ്യാനത്തിലുള്ള ശിംശപാ വൃക്ഷച്ചുവട്ടിലിരുത്തി രാക്ഷസ സ്ത്രീകളെ കാവലുമേൽപ്പിച്ചു. സീത ദുഃഖത്താൽ രാമ രാമ എന്ന് ദീനദീനം വിലപിച്ചുകൊണ്ടിരുന്നു. മാരീചവധത്തിനു ശേഷം രാമൻ ആശ്രമത്തിലേക്ക് മടങ്ങി. അപ്പോൾ ലക്ഷ്മണൻ കരഞ്ഞുകൊണ്ട് എതിരെ വരുന്നു. അയ്യോ, നീ സീതയെ തനിച്ചാക്കി ഇങ്ങോട്ട് പോകുന്നതെന്തിന്? ദുഷ്ടരാക്ഷസന്മാർ അവളെ കൊന്നു തിന്നു കാണും. ദുഃഖത്തോടെ ലക്ഷ്മണൻ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. സീതാദേവിയുടെ പരുഷവചനങ്ങൾ അങ്ങയുടെ മുന്നിൽ പറയാൻ പറ്റാത്തവയാണ്. ഞാൻ ചെവി രണ്ടും പൊത്തിക്കൊണ്ട് അങ്ങയുടെ സമീപത്തേക്ക് ഓടി വന്നതാണേ. ഉടനെ രാമൻ പറഞ്ഞു, എങ്കിലും നീ പോകുന്നത് ശരിയായില്ല. സ്ത്രീകളുടെ വാക്കുകേട്ട് അതുപോലെ പ്രവർത്തിക്കുന്നവർ ഭോഷന്മാരാണ്. സ്ത്രീജനങ്ങൾ പൊറുക്കണേ, ഇത് ഞാൻ പറഞ്ഞതല്ല, രാമായണത്തിലൂടെ മര്യാദാ പുരുഷോത്തമനായ രാമൻ പറഞ്ഞതാണ്. തക്ക കാരണവും ഉണ്ടെന്നറിയണം. അവർ രണ്ടുപേരും അതിവേഗത്തിൽ ആശ്രമത്തിലെത്തി. സീതയെ അവിടെങ്ങും കാണാതായപ്പോൾ രാമൻ ദയനീയമായി കരഞ്ഞുകൊണ്ട് കാട്ടിലെല്ലാം സീതയെ തേടാൻ തുടങ്ങി. അജ്ഞന്മാരുടെ ദൃഷ്ടിയിൽ സർവജ്ഞനും സച്ചിദാനന്ദനും സർവസംഘപരിത്യാഗിയുമായ രാമൻ മായയെ അനുകരിച്ചുകൊണ്ട് സാധാരണക്കാരൻ കരയുന്നത് പോലെ കാണപ്പെട്ടു. തത്വജ്ഞാനികൾക്ക് അവിടുന്ന് വിരഹവും ദുഃഖവും ഒന്നുമേശാത്ത ജ്ഞാനസ്വരൂപനും ആനന്ദമൂർത്തിയും നിസ്സംഗനുമാണ്. ഹരേ രാമ. അങ്ങനെയുള്ള രാമദേവനെ പരമാശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണ സംഗ്രഹം ഇവിടെ സമ്പൂർണ്ണമാക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഹരേ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ജയ ഗുരു.